ഹായ്, എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 മണിക്ക് നല്ല എരിവോട് കൂടി ഒരു സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിൽ മുട്ടയും കൂടി ചേർത്തിട്ടാണ് 4 മണി ചായക്കുള്ള കടിയാണ് കേട്ടോ. അവിൽ കൊണ്ട് ഒരു കടി ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് കേട്ടോ. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ആവശ്യം വന്നാൽ നമുക്ക് പിന്നെ ഒഴിച്ചെടുക്കാം. ഇതൊരു വലിയൊരു സവാള, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ല വഴന്ന് വരണം. വഴന്ന് വന്നതിന് ശേഷം പിന്നെ ഈ പാത്രം കൊണ്ട് ഒരു പാത്രം അവിലെടുത്തിട്ടുണ്ട്. അവിൽ ഒരു വട്ടം 2 വട്ടം കഴുകി വാല വയ്ക്കുക. നല്ലോണം കുതിർന്ന് പോകരുത്. വേഗം തന്നെ കഴുകി വാല വയ്ക്കണം കേട്ടോ. വെള്ളം പോകാൻ വയ്ക്കണം. സവാള ഒന്ന് വഴങ്ങട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാൻ പോവാണ്. 2 ചെറിയ പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ഇടാൻ പോവാം. അരിഞ്ഞ് വെച്ച് തക്കാളി ഒന്നെടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഹിമാലയ ഉപ്പാണ്, ലൈറ്റ് പിങ്ക് കളറാണ് ഇത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു. നാല് മണി ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ സുഖമാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ സുഖമാണ്. ആളനുസരിച്ച് അതിനനുസരിച്ച് അവിലെടുക്കുക. അവിലും മുട്ടയൊക്കെ, സവാള, തക്കാളി കൊന്നു മതി. നമുക്ക് അവിലിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വിടർന്ന് വരണം. നല്ലോണം നനഞ്ഞു പോയാൽ ഭയങ്കര കട്ടയായിട്ട് ചോറ് കുഴഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ വേഗം കഴുകിയിട്ട് വെള്ളം വാലാൻ വയ്ക്കുക. വെള്ളം നല്ലോണം വാർന്ന് പോയതിന് ശേഷം നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യം ഒഴിക്കാം. പിന്നെ വേണ്ട, അങ്ങനെ മതി. നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പാത്രത്തിൽ വറുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മേലെ കുറച്ചിങ്ങനെ അതുപോലെ സവാള വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. സവാള ഇഷ്ടമുള്ളവർക്ക് വിതറി, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. കറിവേപ്പിലയും കൊത്തമല്ലി ചപ്പും. എൻ്റെ കയ്യിൽ കൊത്തമല്ലി ഇല്ല, കലി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറക്കരുത് കേട്ടാ.